ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊരു ശനിയാഴ്ചയായിരുന്നു കേട്ടോ. അപ്പോൾ സാറ്റർഡേ വ്ളോഗ് എന്ന് വേണമെങ്കിലും പറയാം. ശരിക്കും നമ്മുടെ ഈ ഒരു ചാനൽ തുടങ്ങിയ കാലം തൊട്ടേ ഞാൻ വിചാരിക്കുന്നതാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ഇടണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കുറേ രസകരമായിട്ടുള്ള മൊമെൻറ്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു ഹെൽത്തി ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പി ഉണ്ട്, നെയ്യൊന്നും ഉപയോഗിക്കാതെ. പക്ഷേ നെയ്യില്ല എന്ന് വിചാരിച്ച് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അതിൻ്റെ റെസിപ്പിയും കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നമ്മുടെ യൂഷ്വലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ന് പുറത്ത് പോയിരുന്നു, നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് വ്ളോഗ് കാണാം കേട്ടോ. ഇത് സ്വപ്നമായിരുന്നു കേട്ടോ. ശരിക്കും ഇതാണ് ഞാൻ ഉറക്കം എണീക്കുന്നേ ഉള്ളൂ. പക്ഷേ ചേട്ടൻ തന്നെയാണ് ആദ്യം എണീക്കുന്നത്. ഞാൻ എണീക്കാൻ എങ്ങനെ പോയാലും ഒരു 9 മണിയാവും. കാരണം മോനെ രാത്രിയൊക്കെ ഫീഡൊക്കെ ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉറക്കം ബ്രേക്ക് ആവുമല്ലോ, എല്ലാ അമ്മമാർക്കും അതറിയാം. മോൻ ഇപ്പോഴും ഉറക്കമാണ്. അവൻ ഉണരുമ്പോൾ ടൈം ആകുമ്പോൾ അവൻ എണീക്കും. ഞങ്ങളായിട്ട് ഉണർത്തില്ല. കുട്ടികളിപ്പോൾ ഈ പ്രായത്തിൽ വളരണ്ടേ, അപ്പോൾ അവർ ആവശ്യത്തിനൊക്കെ ഉറങ്ങിയിരിക്കണം. കുട്ടികളും മാത്രമല്ല, നമ്മളും എങ്ങനെ പോയാലും ഒരു ദിവസം 8 hours എങ്കിലും ഉറങ്ങണം കേട്ടോ. അപ്പം ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ ഫ്രഷായിട്ട് മോർണിംഗ് എംബ്രേസ് ചെയ്ത് എണീക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാവരുടെയും മോർണിംഗ് ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. അപ്പം നമുക്ക് നമ്മുടെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യാൻ പോവാം. അപ്പം ആദ്യം തന്നെ മുടി ഒന്ന് കെട്ടി വയ്ക്കട്ടെ. എനിക്ക് മുടി ഇങ്ങനെ അയച്ച് പറത്തി ഇഷ്ടമാണ്, കുഴപ്പമില്ല. പക്ഷെ എന്നാലും നമ്മൾ മുടി കെട്ടി വയ്ക്കട്ടെ. ഞാൻ ബ്രഷ് ചെയ്യുകയാണ്. ഇതൊക്കെ യൂഷ്വൽ കാര്യങ്ങളാണ് അല്ലേ. പിന്നെ ഇപ്പോൾ ഞാൻ ഫേസ് വാഷിൻ്റെ ആഡൊന്നും കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ എൻ്റേത് ഒരു സെൻസിറ്റീവ് സ്കിന്നാണ്, ഓയിലി. അപ്പം ഞാനിത് ക്ലീൻ ആൻഡ് ക്ലിയറിൻ്റെ പ്ലെയിൻ ഫേസ് വാഷാണ് എത്രയോ നാളുകളായിട്ട് ഉപയോഗിക്കുന്നത്. എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ ഇത്രയേ ഉള്ളൂ. രാവിലെ എണീറ്റ് ഫേസ് വാഷ് ചെയ്ത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക, അത് മസ്റ്റാണ്. റീആപ്ലിക്കേഷനൊക്കെ കണക്കാണ്, ഒരു വട്ടം എണീക്കുമ്പോൾ എന്തായാലും ഇടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇനി നമുക്ക് നമ്മുടെ കിച്ചണിലേക്ക് പോകാം. പിന്നെ ഇടയ്ക്ക് മോനെ എണീറ്റു, പിന്നെ ഫീഡ് ചെയ്യുകയാണ്. ഫീഡൊക്കെ ചെയ്ത് കഴിഞ്ഞ് അവനെ കളിപ്പിക്കാൻ ചേട്ടനായിട്ട് ഇരുത്തി ഞാൻ എന്താ കിച്ചണിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. അധികം പേർക്കും ഇപ്പോൾ അറിയാമായിരിക്കും, നമ്മൾ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. ലൈറ്റൊക്കെ ഓണാക്കി. അപ്പം തലേ ദിവസത്തെ പാത്രങ്ങൾ കഴുകിയതാണ് ഈ കമത്തി വെച്ചേക്കുന്നത്. ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ആ പാത്രങ്ങളൊക്കെ എടുത്ത് തിരിച്ച് നമ്മൾ പാത്രങ്ങൾ വെക്കുന്ന ഷെൽഫിൽ വെക്കുകയാണ്. ആസ് യൂഷ്വൽ നമ്മൾ പാല് തിളപ്പിക്കുകയാണ്. ഇന്ന് കോഫിയാണ് കേട്ടോ മോർണിംഗിൽ. അപ്പോൾ പുതിയൊരു കോഫി പൗഡർ ഞങ്ങൾ ട്രൈ ചെയ്യുകയാണ്. അപ്പം എന്താ പറയുക, കോഫി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ചേട്ടന് കോഫി കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ തലേന്ന് ഉണ്ടാക്കിയ ഒരു പനീർ കറി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതാണ് മോർണിംഗിന് എടുക്കുന്നത് വിത്ത് അപ്പം. അപ്പോൾ അപ്പത്തിൻ്റെ ബാറ്റർ ഞാൻ നേരത്തെ എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും നമ്മൾ ആ ഒരു റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ അപ്പം ഉണ്ടാക്കാൻ. ഫ്രിഡ്ജിൽ നിന്നെടുത്ത് അതേപോലെ ഉണ്ടാക്കിയാൽ നമുക്ക് സോഫ്റ്റായിട്ടുള്ള അപ്പം കിട്ടില്ല. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ മോൻ്റെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുള്ള സ്മൂതി ഉണ്ടാക്കാൻ വേണ്ടി ഏത്തപ്പഴം എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്മൂത്തി കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു തരത്തിലുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ, അപ്ലോഡ് ചെയ്യാം. അപ്പം നമ്മളിത് അപ്പത്തിൻ്റെ ബാറ്റർ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാം. അപ്പുറത്തിരിക്കുന്നത് നമ്മുടെ കറി ഒന്ന് ചൂടാക്കുന്നതാണ്. എൻ്റെ ഒരു ഗോ ടു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ അപ്പം എത്ര കിട്ടിയാലും ഞാൻ കഴിക്കും. പ്രത്യേകിച്ച് ഈ പാലപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പുട്ട് ഇഷ്ടമാണ്, അരിപ്പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇടിയപ്പം ഇഷ്ടമാണ്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ അരിൻ്റെ എല്ലാ കാര്യങ്ങളും ഇഷ്ടമാണ്. അപ്പം നമ്മുടെ ഇതായിട്ടുണ്ട്, വിസിൽ വന്നിട്ടുണ്ട്. അതിന് നമ്മുടെ അപ്പവും നമ്മൾ സൈഡ് ബൈ സൈഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കെപ്പോഴും അപ്പം നല്ല ചൂടോടുകൂടി കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പം ഞാൻ അവസാനത്തേക്കാണ് അപ്പം ഉണ്ടാക്കുന്നതൊക്കെ. അപ്പം മോൻ്റെ സ്മൂതിയും ഇതാ ഇവിടെ റെഡി ആവുന്നുണ്ട്. സൈമൾട്ടേനിയസ്ലി ഇതെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുമ്പോൾ ഒരു ഇത്തിരി ഡിലേ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. അപ്പം ഭക്ഷണം കഴിക്കാൻ എൻ്റെ മോൻ ഇത്തിരി പുറകോട്ടാണ്. അപ്പോൾ അവനെ ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഇങ്ങനെ കളിപ്പിച്ചിട്ടൊക്കെയാണ് വിളിക്കുക. അവന് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞു. അപ്പം ഞാനിപ്പോൾ അപ്പം കഴിക്കുകയാണ്. ഇന്ന് ചേട്ടന് ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ നേരത്തെ കഴിച്ചിട്ട് പുറത്തേക്ക് പോയി. പിന്നെ ഞാൻ കഴിക്കുകയാണ്. ഞാൻ കഴിക്കുമ്പം മോനും കുറച്ച് കഴിക്കാറുണ്ട് കേട്ടോ.
മോനിപ്പോൾ 11 മന്ത്സായി. അപ്പോൾ അവൻ ഒരപ്പമൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം പ്ലേ ടൈമാണ്. പ്ലേ ടൈമും കഴിഞ്ഞ് ചേട്ടൻ വന്നു. അപ്പോൾ ഞാൻ മോനെ ചേട്ടനെ ഏൽപ്പിച്ചിട്ട് ഞാനൊന്ന് റെസ്റ്റ് എടുക്കാൻ പോവുകയാണ്. ഒരു മണിക്കൂറൊക്കെ ഉറക്കം. ഇനി അഥവാ ഉറക്കം വന്നില്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് കിടക്കും ഒരു റെസ്റ്റിന്. ചേട്ടൻ ആ സമയത്ത് മോനെ ഉറക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു 1 അവർ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ബോഡിക്കും മൈൻഡിനും ഒക്കെ റെസ്റ്റ് എടുത്തിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ പൂർവാധികം ശക്തിയോടുകൂടി വന്നിരിക്കുകയാണ്. ഇത് ചിക്കനാണ്, ഫ്രഷ് ടോമിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പം ആ ചിക്കൻ ഞാനൊന്ന് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അപ്പം മീറ്റ് ക്ലീനിങ്, എന്താ പറയുക, മാരിനേഷൻ, ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോ ഞാൻ ചെയ്യുന്ന മെത്തേഡ് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്തു കേട്ടോ. ഞാൻ വീഡിയോ ഇടാം. ഹോപ്പ് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. അപ്പം ഞാൻ സാധാരണ ക്ലീൻ ചെയ്യുന്നത് ഇതുപോലെയാണ്. ഉപ്പ്, കല്ലുപ്പാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇത് എൻ്റെ കയ്യിലില്ല, അപ്പോൾ ഞാൻ പിങ്ക് സോൾട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ചിക്കൻ ഒന്ന് 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം ഈ കല്ലുപ്പ് വെച്ചിട്ട് ഒന്ന് റബ്ബ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാനിതുപോലെ ഉപ്പിട്ടു, നമ്മുടെ ചിക്കൻ പീസസ് ഇട്ടു, നന്നായിട്ട് കൈ വെച്ച് ഒന്ന് തിരുമ്മി എടുക്കുകയാണ്. ഇനി നമുക്ക് വിനീഗർ ആവശ്യമുണ്ട്. മഞ്ഞൾപ്പൊടിയും ഉപയോഗിക്കാം കേട്ടോ. അപ്പം പക്ഷേ ഇതിൽ നമ്മളിപ്പോൾ വിനീഗർ മാത്രമേ ഇടുന്നുള്ളൂ. വിനീഗർ അസറ്റിക് ആസിഡ് എല്ലാവർക്കും അറിയാമല്ലോ. അതിടുമ്പോൾ തന്നെ ചിക്കൻ്റെ ആ ഒരു ടെക്സ്ചറും ടെൻഡർനെസ്സും ഒക്കെ കുറച്ച് കുറയും, ടെക്സ്ചറൊന്ന് മാറും. ഇതും കൂടി ഇട്ടിട്ട്, വിനീഗറും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് തിരുമ്മിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. കുക്കറിലാണ് നമ്മൾ ഇന്നത്തെ ബിരിയാണി വെക്കാൻ പോണത്. അപ്പം കുക്കർ എടുത്തു, മെഷറിംഗ് കപ്പ് എടുത്തു. നമ്മൾ 3 കപ്പ് കൈമ അരി ഇതിലേക്ക് മെഷർ ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതൊന്ന് കഴുകി ഇട്ട് വരാം. അപ്പം നന്നായിട്ട് അരി കഴുകണം. അഗെയിൻ അരിയിലൊക്കെ ഒത്തിരി പൊടിയും തടിയൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാനിതൊന്ന് കുതിർത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അരി കുതിർത്ത് വെക്കാൻ വേണ്ടി. കാരണം നമുക്ക് കുക്കറിലാണെന്ന് എല്ലാ പരിപാടിയും, അപ്പോൾ കുക്കർ ആവശ്യമുണ്ട്. അപ്പം ഞാനത് മറ്റേ പാത്രത്തിലേക്ക് വെച്ചിട്ട് കുക്കർ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചു. നമുക്ക് റെസിപ്പി കാണാം. അപ്പം ഞാനിവിടെ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. ഞാനിപ്പോൾ വെളിച്ചെണ്ണ ആട്ടോ എടുത്തത്. നിങ്ങൾ വെളിച്ചെണ്ണ എടുക്കണ്ട, അതിന് പകരം ഒലീവ് ഓയിലോ റൈസ് ബ്രാൻ ഓയിലോ എടുക്കാം. അതാകുമ്പോൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 3 കഷ്ണം വലിയ പട്ട ഇട്ട് കൊടുക്കാം. പട്ട ഞാനിപ്പോൾ ഇവിടെ ഒടിച്ചിട്ടാണ് കേട്ടോ ഇടുന്നത്. പട്ട ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ഗ്രാമ്പൂവും കൂടെ ഇടാം. ഗ്രാമ്പൂവിൻ്റെ കൂടെ കുറച്ച് ഏലക്കയും കൂടെ ഇടാം. പിന്നെ നമ്മൾ പെരിഞ്ജീരകത്തിൻ്റെ ഇത് ഇടുന്നുണ്ട്, ഫെനൽ സീഡ്സ്, അതൊരു 2 ടീസ്പൂൺ ഇടുന്നുണ്ട്. 1.5 ആയാലും മതി. ഒത്തിരി ടേസ്റ്റ് കൂട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ സ്പൈസസ് നമ്മുടെ ബിരിയാണിക്ക്, പ്രത്യേകിച്ച് ഈ പെരിഞ്ജീരകം. സ്പൈസസ് ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് നമ്മുടെ സവോള ഇട്ട് കൊടുക്കാം. ഒരു 5 സവോളയാണ് എടുത്തിരിക്കുന്നത്. പെട്ടെന്ന് ഒന്ന് വഴന്ന് വരെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് ട്രാൻസ്ലൂസൻറ്റ്, അതായത് ഒന്ന് വാടി ഒക്കെ വന്നാൽ മതി ഈ ഒരു ബിരിയാണിക്ക്. അതാണ് അതിൻ്റെ ഒരു പരിവം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പം സവാള നന്നായിട്ടൊന്ന് വഴറ്റിട്ട് അതിന് കുറച്ച് സമയം എടുക്കും, അത് അവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതിനാവശ്യമായിട്ടുള്ള ഒരു അരപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നമ്മുടെ മിക്സിയുടെ ഗ്രൈൻഡർ ജാർ എടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി, ഒരു 3 കുടം വെളുത്തുള്ളി ഞാൻ ഇങ്ങനെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇങ്ങനെ പീൽ ഓഫ് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ടൈം സേവ് ചെയ്യാം, പെട്ടെന്ന് തന്നെ ഇതെടുത്തങ്ങ് ഇട്ടാൽ മതിയല്ലോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 5 വലിയ പച്ചമുളക്, അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് മീഡിയം സൈസ്ഡാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇട്ടേത്. അപ്പം ഇതിൻ്റെ കൂടെ നമുക്കൊരു വലിയ കഷ്ണം ഇഞ്ചി, എൻ്റെ കയ്യിൽ ഈ ഒരു പേസ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ആ പേസ്റ്റ് ഇടാണ്. ഒരു 1/4 കപ്പിൻ്റെയൊക്കെ പകുതി ഇടുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പിൻ്റെ പകുതി വെള്ളമൊക്കെ ഒഴിച്ച് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഹൈ സ്പീഡിലിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മെയിൻ കാര്യമാണ് മല്ലിപ്പൊടി. നമുക്കൊരു 4.5 ടേബിൾ സ്പൂൺ എടുക്കാം. വേണമെങ്കിൽ 4 ടേബിൾ സ്പൂൺ ആയാലും മതി. കുറച്ചുകൂടി ഇതാവണമെങ്കിൽ 5 ടേബിൾ സ്പൂണും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു 4.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പിൻ്റെയൊക്കെ പകുതി വെള്ളം എടുത്തിട്ട് ഒഴിക്കാം. ഒരു അരപ്പ് പോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ഇത് കുറച്ച് നേരം അവിടെ ഇരിക്കണം കേട്ടോ. ഇത് രണ്ടും അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ സവാളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നേരത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ആ ഒരു ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ ആ ഒരു മിശ്രിതം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതവിടെ ഇരിക്കട്ടെ കേട്ടോ. ഗ്രൈൻഡറിൻ്റെ ജാറ് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു പ്രത്യേക സ്മെല്ലാണിപ്പോൾ. ഈ ഒരു ബിരിയാണീൻ്റെ ഒരു മെയിൻ ഫ്ലേവറാണ് ഈ ഒരു കൂട്ട്. ഈ ഒരു ബിരിയാണി നമ്മുടെ സാധാരണ ഉണ്ടാക്കുന്ന പോലത്തെ ഹൈദരാബാദി അങ്ങനത്തെ ഒന്നും പോലെ സ്പൈസി അല്ല, പക്ഷെ ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഉള്ളതാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാനൊരു 3 ലാർജ് ടൊമാറ്റോസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മീഡിയം സൈസ്ഡ് ആണെങ്കിൽ ഒരു 4 എണ്ണം എടുക്കാം, തീരെ ചെറുതാണെങ്കിൽ ഒരു 6 എണ്ണം എടുക്കാം. അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5-6 മിനിറ്റും കൂടെ ഒന്ന്
കുക്ക് ചെയ്തെടുക്കാം, ഒന്ന് വഴന്ന് വരട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാം കൂടിയിട്ടൊരു 800 ഗ്രാംസ് ഉള്ള ചിക്കനാണ് കേട്ടോ. അപ്പം നമ്മൾ ചിക്കൻ പീസസ് അത്യാവശ്യം ചെറിയ പീസസായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ ചിക്കൻ വേറെ മസാല വേറെ അങ്ങനെ കിടക്കരുത്, എല്ലാം ഒരുമിച്ച് തന്നെ ഇതായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിടക്കണം. അപ്പം നമ്മൾ ആ ഒരു ഉപ്പിലും വിനീഗറിലും തിരുമ്മി വെച്ചിട്ട് ഈ ചിക്കൻ ഒന്ന് കഴുകിയിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഇട്ടത്. ഇപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മല്ലിപ്പൊടീൻ്റെ ആ അരപ്പില്ലേ, അത് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഉടനെ അല്ല ഇട്ടത്, നമ്മൾ ആ ഒരു ചിക്കനും ജിഞ്ചർ ഗാർലിക്കും എല്ലാം കൂടെ ഒരു 5-6 മിനിറ്റ് ഇതാക്കിയതിന് ശേഷമാണ് ഈ മല്ലിപ്പൊടീൻ്റെ മിശ്രിതം ഇട്ടത്. മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് 2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കുറച്ച് മല്ലിയിലയും കൂടെ ഇടാം. അതിന് ശേഷം നമുക്കിതൊന്ന് വേവാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന കുതിർത്ത ആ ഒരു അരി ഇതിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വെള്ളമൊന്നും ഇതുവരെ ഒഴിച്ചില്ല, പക്ഷേ ഇതിൽ വെള്ളമുണ്ട്, ആ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പം 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം എന്നാണ് കണക്ക്. അപ്പം ഞാനിപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു. ചിക്കൻ്റെ വെള്ളവും ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഈ അളവ്. പിന്നെ ഗ്രൈൻഡറിൻ്റെ ആ ജാറ് കഴുകി അതിലും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ കുക്കർ അടച്ചു. ഇത് നമുക്ക് 1 വിസിൽ വരുന്നത് വരെ വെക്കാം. അത് കഴിഞ്ഞ് ആ പ്രഷർ മൊത്തം പോയിട്ട് തുറക്കാം. വാവ്, ഇതിൻ്റെ ഒരു പ്രത്യേക അപ്പിയറൻസുമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി. ആരും പറയില്ല ഇത് നെയ്യൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കിയതാണെന്ന്. അത്ര ടേസ്റ്റി ആയിട്ട് ഉള്ള ഒരു ബിരിയാണിയാണിത്. ഹെൽത്തി ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ കാര്യം. ഈ ഒരു ബിരിയാണീൻ്റെ കൂടെ ഞാനൊരു ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചട്നി ഈ ഒരു ബിരിയാണിക്ക് ഒരു നല്ല കോംബോ ആണ്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറയണം കേട്ടോ, ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പം ഇപ്പോൾ ബിരിയാണി സെർവ് ചെയ്യുകയാണ്. ചട്നിയും പിന്നെ ഇതിൻ്റെ കൂടെ എപ്പോഴും നമ്മളുള്ള പോലെ സാലഡും ഒക്കെ ഉണ്ട്. എന്നാലും ചട്നി ഒരു പ്രത്യേക ഫ്ലേവറാണ് ഈ ഒരു ബിരിയാണിക്ക്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. മോനും ഈ ബിരിയാണി ഇഷ്ടപ്പെട്ടു, അവനും കഴിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ബിരിയാണിയാണ്. അങ്ങനെ നമ്മൾ എരിവോ ഒന്നും അധികം ഇട്ടിട്ടില്ല, പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ബിരിയാണിക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ക്യാമറ സ്റ്റാൻഡ് വീണു, അതാണ് നിങ്ങൾ ആദ്യം കണ്ടത്. ഇതിനുശേഷം ഞാൻ കുളിച്ചു, പിന്നെ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഇപ്പോൾ ടീ ടൈമാണ്. ചായ ഉണ്ടാക്കി. ഏലക്ക ചായയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇപ്പോൾ മിക്കവാറും ഞങ്ങൾ ഏലക്ക ചായ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഒരു പ്രത്യേക ഫ്ലേവറുള്ള ചായയാണ്. അപ്പം മോൻ ഇവിടെ ഉണ്ട്, അവൻ ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവൻ്റെ വൈകുന്നേരത്തെ ഒരു സ്നാക്കാണ് ഈ ബിസ്ക്കറ്റ്. അപ്പം ഞങ്ങളിപ്പോൾ ചായ കുടിക്കുകയാണ്. ഈ ഒരു ഏലക്ക ചായൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണേ, ഇടാം കേട്ടോ. അപ്പം ഇപ്പം മോൻ ചായ ആവശ്യപ്പെടുകയാണ്. അപ്പം അവന് ചായ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം അവനിപ്പോൾ പാല് കുടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ എന്നും അവൻ ഒരു ബിസ്ക്കറ്റ്, ഒന്നല്ലെങ്കിൽ 2, 3 കഴിക്കും. അപ്പം ഞാൻ ആ ബിസ്ക്കറ്റ് എടുക്കാൻ പോവുകയാണ്. പാർലെ കൊടുക്കാം കുട്ടികൾക്ക് ഈ ഒരു ഏജിൽ. പിന്നെ ടൈഗർ ബിസ്ക്കറ്റ് കൊടുക്കാം. ഗുഡ് ഡേയുടെ ബട്ടർ ബിസ്ക്കറ്റ്, കാഷ്യൂ ഉള്ളതൊന്നും വേണ്ട, ബട്ടർ ബിസ്ക്കറ്റ് കൊടുക്കാം. അപ്പോൾ ഗുഡ് ഡേയുടെ ആ ബട്ടർ ബിസ്ക്കറ്റാണ് ഞാൻ ഈ എടുക്കുന്നത്. അതവന് നല്ല ഇഷ്ടമാണ്. അപ്പം ആൾ അത് കഴിക്കുകയാണ്. അപ്പോൾ അവൻ തന്നെ കഴിച്ചോളും, അവനറിയാം അത് കഴിക്കാനും ച്യൂ ചെയ്യാനും ഒക്കെ ഇതായിട്ടാണ്. നമ്മളിങ്ങനെ ഒരു സെൽഫ് ഈറ്റിങ്ങിനൊക്കെ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കണം കേട്ടോ. അതേപോലെ ഞങ്ങളുടെ ടീ ടൈമാണ്. ചായ കുടിക്കുകയാണ്. ഞങ്ങളിങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. പിന്നെ ചേട്ടൻ എന്തെങ്കിലും ഇങ്ങനെ എന്തോ ചെയ്യുമായിരുന്നു, ഞാനിങ്ങനെ അത് സംശയം മാറ്റി കൊടുത്ത് ഗമ കാണിക്കുക. അതിനുശേഷം ഞങ്ങൾ ഈവനിങ് ഒന്ന് പുറത്തേക്ക് പോയി. ചേട്ടൻ്റെ ഗ്രാൻഡ് ഫാദർ ഹോസ്പിറ്റലായിരുന്നു, കുഴപ്പമൊന്നുമില്ല കേട്ടോ, ആൾ നല്ല ഓക്കെ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളൊന്ന് കാണാൻ വേണ്ടി പോയി. അപ്പം അതിനുശേഷം ഞങ്ങൾക്ക് ചെറിയൊരു ഗ്രോസറി ഷോപ്പിംഗ്, വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതിപ്പോൾ റിലയൻസ് സ്മാർട്ടിലാണ് അധികവും ഞങ്ങൾ ഷോപ്പ് ചെയ്യുന്നത്. റിലയൻസ് സ്മാർട്ടിൽ നിന്നാണ് കുറേ കാര്യങ്ങൾ നമുക്ക് വളരെ ലാഭത്തിന് ഞാനിവിടെ കാണാറുണ്ട് കേട്ടോ. നല്ല നല്ല പ്രൈസിൽ നമുക്ക് നല്ല ക്വാളിറ്റി കാര്യങ്ങൾ ഉണ്ട്. എല്ലാം ഗ്രോസറി ആയാലും ഏത് ഇതിൽ ജോണറിൽപ്പെട്ട കാര്യങ്ങളാണെങ്കിലും. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു സ്വീറ്റ് മീറ്റ് ക്രേവിങ് ഞങ്ങൾക്ക് 2 പേർക്കും. അപ്പോൾ ഞങ്ങൾ ബിക്കാസ് ബാബുവിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ബിക്കാസ് ബാബു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ബിക്കാസ് ബാബുവിൽ കയറി. അപ്പം പഞ്ചാബി സമൂസ എൻ്റെ കുട്ടിക്കാലം തൊട്ടുള്ള ഫേവറേറ്റ് കാര്യമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇവിടെ ജാംഗ്രീൻ തരാറുണ്ട്. പിന്നെ റോസ് മിൽക്ക് ഓർഡർ ചെയ്തു, രസഗുള ഓർഡർ ചെയ്തു. പിന്നെ ഒരു അതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ, ഗുലാബ് ജാമുൻ്റെ നടുക്ക് പേട പോലത്തെ ഒരു കാര്യം. ഞാൻ പഞ്ചാബി സമൂസ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയാണ്. ആ ഒരു ചട്നിയൊക്കെ നല്ലൊരു കോംബോ ആയിട്ടുള്ള ഒരു ചട്നിയാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചട്നി ഇതാണ് ആ ഒരു ചട്നി. അപ്പോൾ ചട്നി മാത്രമല്ല,
ഈ ഒരു പഞ്ചാബി സമൂസേൻ്റെ കൂടെ കിട്ടുന്ന ഈ ഒരു ചില്ലിയില്ലേ, ഇതും അതിൻ്റെ ഒരു ബൈറ്റൊക്കെ എടുത്ത് കഴിക്കുന്നത് അതിൻ്റേതായ രീതിയിൽ ഞാൻ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പരിസരം മറന്ന് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ ഉള്ളതാണ് അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ സാറ്റർഡേ വ്ളോഗ്. ഇതിനുശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോയി വാങ്ങിച്ച സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. അതിനുശേഷം ഞങ്ങൾ 3 പേരും കുളിച്ചു. ഒന്നുകൂടെ ഞങ്ങളെല്ലാവരും ഒരു വട്ടം കുളിച്ചായിരുന്നു, ഇപ്പോൾ ഒന്നുകൂടെ കുളിച്ചു പുറത്തൊക്കെ പോയി വന്നതല്ലേ. അതിന് ശേഷം എന്താ, ഞങ്ങൾ കുറച്ച് ബിരിയാണി കഴിച്ചു. അതിനുശേഷം കിടന്ന് ഉറങ്ങി. ഒരു മൂവിയൊക്കെ കാണണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ നടന്നില്ല. ഞങ്ങൾ ഭയങ്കര ടയേർഡായി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് അല്ലെങ്കിൽ സാറ്റർഡേ വ്ളോഗ്. അപ്പം നമുക്ക് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, കുറേ പേര് നമ്മുടെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും സ്വാഗതം. നമുക്കപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദെൻ ബൈ.